കാനഡയിലെ ട്രെയിനുകളെ പറ്റിയാണ്. കാനഡയിലെ ട്രെയിനുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത്. വരൂ കാണാം. ഇത് കാനഡയിലെ ഒരു റെയിൽവേ ഗേറ്റാണ്. ട്രെയിൻ ഈ ഗേറ്റിന് ഏകദേശം 200 മീറ്റർ അകലെ എത്തുമ്പോൾ ഗേറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന മണി മുഴക്കുകയും ഗേറ്റ് താനെ അടയുകയും ചെയ്യും. ട്രെയിൻ പോയി കഴിയുമ്പോൾ താനെ തുറക്കുകയും ചെയ്യുന്ന സംവിധാനമാണുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത്തരം റെയിൽവേ ഗേറ്റുകളുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇന്ത്യൻ റെയിൽവേ പാതയുടെ ആകെ നീളം 2024 മാർച്ചിലെ കണക്ക് പ്രകാരം 69,181 കിലോമീറ്റർ ആണെങ്കിൽ കാനഡയിലെ റെയിൽവേ ട്രാക്കുകളുടെ നീളം 49,000 കിലോമീറ്ററുകളാണ്. കാനഡയുടെ റെയിൽവേ ശൃംഖല ഇത് പ്രധാനമായും ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ റെയിൽവേ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കനേഡിയൻ റെയിൽവേയുടെ ചരിത്രം രാജ്യത്തിൻ്റെ വളർച്ചയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. കിഴക്കൻ തീരത്തെയും പടിഞ്ഞാറൻ തീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിച്ച കനേഡിയൻ പസഫിക് റെയിൽവേയുടെ നിർമ്മാണം കാനഡയുടെ ഏകീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു. ഇത് വിവിധ പ്രവിശ്യകളെയും ടെറിട്ടറികളെയും ഓർമ്മിപ്പിക്കാൻ സഹായിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു. കാനഡയിൽ പ്രധാനമായും 2 വലിയ ചരക്ക് റെയിൽവേ കമ്പനികളാണുള്ളത്. ഇതിൽ ഏറ്റവും വലുത് കനേഡിയൻ നാഷണലും രണ്ടാമത് കനേഡിയൻ പസഫിക് കാൻസാസ് സിറ്റിയുമാണ്. കാനഡയിൽ യാത്രാ ട്രെയിനുകളും ലഭ്യമാണ്.